So, welcome back to Usha's Kutti Logam, part 2 of Amma's stall actually. ഇതൊരു സെപ്റ്റംബർ 6 ബേസ് ചെയ്തിട്ടുള്ളൊരു ചെറിയ രീതിയിൽ എന്തൊക്കെയാണ് ഉണ്ടായെന്നുള്ളത്, ആരൊക്കെ എന്തൊക്കെ മേടിച്ചു എന്നുള്ളതായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ജിസ്റ്റായിരുന്നു. അന്ന് രാവിലെ 27th രാവിലെ ഗണപതി ഹോമം ഉണ്ടായിരുന്നു. ആ ഹാളിൽ വെച്ചിട്ടായിരുന്നു, യൂണിവേഴ്സിറ്റി ഹാളിൽ വെച്ചാൽ ഈ ബർത്ത്ഡേ ഫങ്ഷൻ നടക്കുന്ന ഹാളിലായിരുന്നു ഗണപതി ഹോമം ഉണ്ടായിരുന്നത്. അപ്പോൾ ഗണപതി ഹോമത്തിനൊക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റി. ആൻഡ് ഓഫ് കോഴ്സ് അമ്മയുടെ പ്രോഗ്രാംസ് സ്റ്റാർട്ട് ചെയ്തു. വള്ളിക്കാലമ്മ വരും, സ്റ്റേജിൽ വിശിഷ്ട വ്യക്തികൾ വരും, കുറേ എന്താ പറയുക, കാരുണ്യ പ്രവർത്തനങ്ങളുടെ സ്റ്റാർട്ടിങ്ങും അന്ന് ആ സമയത്തായിരുന്നു. സോ അതിൻ്റെയൊക്കെ ഇനോഗ്രേഷനൊക്കെ കാണാനും പറ്റി. ആൻഡ് രാവിലെ ആയ കാരണം സീറ്റൊക്കെ ഫ്രണ്ടിലൊക്കെ കിട്ടി. അതെന്തോ ഒരു ഭയങ്കര ഗ്രേസാന്ന് തോന്നുന്നുണ്ട്. ആൻഡ് ദെൻ പീപ്പിൾ സ്റ്റാർട്ടഡ് കമ്മിങ് ആൻഡ് ദേ സ്റ്റാർട്ടഡ് ബൈയിങ്. ഇതാണ് ഒരു കുട്ടി മേടിച്ചതാണ്, സ്മൃതി ഗോവിന്ദ് എന്നാന്ന് തോന്നുന്നു ഈ കുട്ടിയുടെ പേര്. അവർ സുന്ദരകാന്ഡം മേടിച്ചായിരുന്നു. പിന്നെ സ്റ്റേപ്പിൾഡ് നോട്ട്ബുക്ക് മേടിച്ചായിരുന്നു. ഈ കുട്ടി അതെ ഭയങ്കര ഹാപ്പി ആയിരുന്നു ശരിക്കും പറയാന്ന് വെച്ചാൽ ഇവർക്ക് ഓരോ പ്രൊഡക്റ്റ് കാണുമ്പോൾ. പിന്നെ ഇത് നോട്ട് പാഡ് മേടിച്ചായിരുന്നു. ചെറി ബ്ലോസം നോട്ട് പാഡാണ് ഈ കുട്ടി മേടിച്ചത്. ഇതൊക്കെ ഇവരൊക്കെ സ്റ്റുഡൻ്റാണ്, ഇവരൊക്കെ സേവ് ചെയ്തിട്ട് ഓരോ പ്ലേസിൽ നിന്നും വന്നേക്കാണ്. ആൻഡ് ദെൻ ഓഫ് കോഴ്സ് സെൽഫീസ് ഫ്രം ദ സ്റ്റോളിൽ നിന്ന് എന്തായാലും സെൽഫി എടുക്കണമല്ലോ. അപ്പോൾ ആ ചെറിയ ചെറിയ രീതിയിൽ സെൽഫികൾ എടുത്തു. ചില റീഅറേഞ്ച്മെൻ്റ് ഒക്കെ ചെയ്തു. ഞാൻ നമ്മുടെ എന്താ പറയുക, ഈ പ്രൈസിങ്ങൊക്കെ ഞാൻ സ്റ്റിക്കർ പോലെ ഞാൻ ടേബിൾ മേക്കെ ഒട്ടിച്ചു. അതാണ് നിങ്ങൾക്ക് കാണുന്ന സൈഡിൽ. സോ ദാറ്റ് വെൻ പീപ്പിൾ കം, അവർക്കപ്പോൾ അത് ചോദിക്കണതിന് പകരം ദേ ക്യാൻ സീ ഇറ്റ്, ഓക്കെ വാട്ട് ഇറ്റ് ഈസ് ഓൾ അബൌട്ട് ആൻഡ് എവറിത്തിങ്. പിന്നെ കണ്ടാലും ആൾക്കാർക്ക് മനസ്സിലാവും. പിന്നെ അന്ന് കാർത്യായനി മായായിരുന്നു. ഇത് എന്താ നവരാത്രിയുടെ ബേസായ കാരണം കാർത്യായനി അമ്മയായിരുന്നു മറ്റേ വേർഷിപ്പ് ചെയ്യണ ദിവസം. സോ അതിൻ്റെയൊക്കെ ഒരു ചെറിയ ഫ്ലെക്സും പിന്നെ ദേവിയുടെ നോട്ട്ബുക്കും അതേ ഫ്രണ്ടിൽ വെച്ചു. സോ ദാറ്റ് പീപ്പിൾ ദേ ക്യാൻ കം, ദേ ക്യാൻ ബൈ ഇറ്റ് ഓൾസോ, ദേ ക്യാൻ സീ വാട്ട് ഇറ്റ് ഈസ് ഓൾ അബൌട്ട്. അപ്പോൾ ഇതൊരു ഡിഫറെൻറ്റ് ആംഗിളിൽ നിന്നുള്ള സ്റ്റോൾ ഫോട്ടോസാണ്. റൈറ്റ് സൈഡിൽ നിന്നും ലെഫ്റ്റ് സൈഡിൽ നിന്നും എങ്ങനെയൊക്കെയാണ് അതിൻ്റെ ലുക്ക്. പിന്നെ ഈ കുട്ടി മിയാവ് നോട്ട് പാഡും പിന്നെ സ്റ്റിക്കർ ഷീറ്റ്സ് മേടിച്ചു. അതിനും അതെ ഭയങ്കര ഹാപ്പിയായി. സ്റ്റിക്കർ മാത്രമല്ല, നമ്മൾ ഇത് കൊടുക്കണോട് കൂടി ഞാൻ ഈശ്വരൻ്റെ സ്റ്റിക്കേഴ്സും കൊടുക്കും. ഇതൊരു സാറാണ്. ഈ സാറ് ബൾക്കായിട്ടാണ് മേടിച്ചേക്കണത്. 5 നോട്ട്ബുക്സുകൾ മേടിച്ചായിരുന്നു. ആൻഡ് ഓഫ് കോഴ്സ് നോട്ട് പാഡും സ്റ്റിക്കർ ഷീറ്റും മേടിച്ചായിരുന്നു. ഭയങ്കര ബൾക്കി ആയിട്ടുള്ള ഒരു പർച്ചേസായിരുന്നു അത്. ഇവരും അതേ 3 മേടിച്ചായിരുന്നു. സ്റ്റിക്കർ ഷീറ്റ് മേടിച്ചായിരുന്നു, നോട്ട്ബുക്ക് മേടിച്ചായിരുന്നു, നോട്ട് പാഡും മേടിച്ചായിരുന്നു. ആക്ച്വലി ഇറ്റ് വാസ് റിയലി ഗുഡ് ആക്ച്വലി വെൻ ബൾക്കിലായിട്ട് ആൾക്കാർ മേടിക്കുമ്പോൾ. ഇവരും അതേ, ഇവർ മൂവാറ്റുപുഴക്കാരിയാണ്, ഇവർ വർക്ക് ചെയ്യണം, അമൃതയിൽ വർക്ക് ചെയ്യണം. അവരും മേടിച്ചത് നോട്ട് പാഡും സ്റ്റിക്കർ ഷീറ്റ്. ഇത് ബ്രഹ്മചാരിണി പൂജയായിരുന്നു. അവരും അതേ ഒരു മാല, ഒരു കമ്മല മേടിച്ചായിരുന്നു. ഇവർ ഫോറിനറാണ് ആൻഡ് ഷീ ഈസ് ഓൾസോ വെരി ഇൻസ്പയർഡ് ആക്ച്വലി. അപ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമായി ടീഷർട്ടും നോട്ട്ബുക്കും. പിന്നെ ഞങ്ങളുടെ എക്സ് കൊളീഗിനെ കണ്ടു, അവരൊക്കെ ആയിട്ട് സെൽഫിയൊക്കെ എടുത്തു. ആൻഡ് ഓഫ് കോഴ്സ് ഫുള്ളായിട്ടുള്ളൊരു സെൽഫി എങ്ങനെയാണ് ബാനറിന് മുന്നിൽ എങ്ങനെയാണെന്നുള്ളത് എടുത്തു. അമ്മയുടെ അതെ, അമ്മ പാവം വെയിലായിരുന്നു, വെയിലും മഴയും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് കുടയൊക്കെ പിടിച്ചിട്ട് ഇരിക്കുകയായിരുന്നു. ബിക്കോസ് ആ സമയത്ത് ഇങ്ങനെ വെയിൽ സ്റ്റാഫിൻ്റെ സ്റ്റോളിൻ്റെ മേത്തേക്ക് വരുമായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. സൺകിസ്റ്റ് ഫോട്ടോസ് എന്നൊക്കെ പറയില്ലേ, അതുപോലെ ഞാൻ ഫോട്ടോ എടുത്തതാണിത്. ആൻഡ് ഓഫ് കോഴ്സ് ഇവിടുന്ന് എങ്ങനെ കണ്ടാൽ ഇങ്ങനെ ഇരിക്കും. അതിൻ്റെ ഓപ്പോസിറ്റ് ആയിരുന്നു ഫുഡ് കോർട്ട് ആസ് യൂഷ്വൽ. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു. ആൻഡ് ഓഫ് കോഴ്സ് ഇവർ ഒരു കമ്മൽ മേടിച്ചായിരുന്നു. ഇതായിരുന്നു ആ കമ്മൽ, സൈഡിൽ കാണിച്ച കമ്മൽ. ഭയങ്കര ഇഷ്ടമായി എന്ന് പറഞ്ഞു. ഓഫ് കോഴ്സ് ടീഷർട്ട് മേടിച്ചു. ഈ ഒരു സാറ് ഇവർ അത് മേടിക്കുക മാത്രമല്ല, ആക്ച്വലി അതിൻ്റെ ഇപ്പുറത്ത് ചോക്ലേറ്റ്, അമ്മയുടെ ചോക്ലേറ്റ് കൊടുക്കണമായിരുന്നു. അപ്പോൾ അതെനിക്ക് തന്നു ഇങ്ങനെ ഗിഫ്റ്റ് പോലെ, എടുത്തോ എന്ന് പറഞ്ഞിട്ട്. ആക്ച്വലി ദാറ്റ് വാസ് വെരി ബ്ലെസ്സിങ് ആക്ച്വലി കമ്മിങ് അറൗണ്ട് ഫ്രം പീപ്പിൾ. ഇത് എൻ്റെ ചേച്ചി വന്നായിരുന്നു. അപ്പോൾ ചേച്ചിയായിട്ട് കൂടെ സെൽഫിയൊക്കെ എടുത്തു. ആൻഡ് ഇറ്റ് വാസ് അമേസിങ്. നല്ലൊരു കാര്യമായിരുന്നു. ആൻഡ് ഓഫ് കോഴ്സ്
ടീച്ചേഴ്സും അതേ വന്നായിരുന്നു, അമൃത വിദ്യാലയം ടീച്ചേഴ്സ് വന്നായിരുന്നു. അപ്പോൾ അവരും അതേ നോട്ട്ബുക്ക്, ഈ ഒരു ശിവശക്തി നോട്ട്ബുക്കാണ് അവർ മേടിച്ചത്. ഈ ഒരു ഫോറിനർ ഇതിന് ഭയങ്കര ഇഷ്ടമായി ശരിക്കും, ഈ ഒരു സ്ട്രോബെറിയുടെ ഒരു ഇതായിട്ടുള്ള, ആൻഡ് ഇറ്റ് വാസ് പ്ലെയിൻ പേജസ്. സോ അതൊരു കാര്യമായിരുന്നു. പിന്നെ നമ്മുടെ തവ്സിയ സ്വാമിജി, അമ്മയുടെ ഡിസൈപ്പിളാണ്, തവ്സിയ സ്വാമിജി വിസിറ്റ് ചെയ്തായിരുന്നു. ഇറ്റ് വാസ് വെരി ഓസം എക്സ്പീരിയൻസ് ടു മീറ്റ് ഓൾ ദ സ്വാമിജീസ് കമ്മിങ് ടു ദ സ്റ്റോൾ. അപ്പോൾ ശരിക്കും സ്വാമിജി അവിടെ ഇരിക്കുകയും ചെയ്തു, കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു നമ്മുടെ കൂടെ. അത് ഭയങ്കര ഒരു റിഫ്രഷിങ് ആയിരുന്നു, ബ്ലെസ്സിങ് ആയിരുന്നു. ആൻഡ് ഓഫ് കോഴ്സ് ഒരു ഫാമിലി വന്നായിരുന്നു, ആശ്രമേറ്റാണ് അവരും അതെ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ സ്റ്റോൾ ഇട്ടപ്പോൾ അവർ വന്ന് മേടിച്ചിരുന്നു, ഇപ്പോഴും അവർ മേടിച്ചിരുന്നു. ടീഷർട്ടും നോട്ട് പാഡാണ് മേടിച്ചത്. ഞങ്ങളുടെയൊക്കെ ഒരു ഫേവറേറ്റ് ഫ്രണ്ടാണ്, കൃതി ചേച്ചി എന്ന് പറയും. ഈ ചേച്ചി ടീഷർട്ട് മേടിച്ചിരുന്നു, അത് ടീഷർട്ട് മേടിച്ചപ്പോൾ തന്നെ ഇട്ടു, ഭയങ്കര ഹാപ്പിയായി. ആൻഡ് ഓഫ് കോഴ്സ് സ്വാമിജിക്ക് ഒരു ഗിഫ്റ്റ് ചെയ്തു, 72 എന്ന് പറഞ്ഞ നോട്ട്ബുക്ക്. ഇത് ഈ ചേച്ചിയാണ്, ചേച്ചിക്കും അതെ 72 നോട്ട്ബുക്ക്. അത് അമ്മയുടെ 72 ബർത്ത്ഡേ ആയ കാരണം നോട്ട്ബുക്കും കൊടുത്തു, ടീഷർട്ടും കൊടുത്തു. പിന്നെ സ്വാമിജി, ശിവാമൃത സ്വാമിജി വന്നായിരുന്നു. അപ്പോൾ ആ സ്വാമിജിക്കും അതെ ഞാൻ പ്രൊഡക്ട്സ് കാണിച്ചു കൊടുക്കുമായിരുന്നു. ഇത് ഗൗരിയമ്മ, പാലക്കാടുകാരാണ്. അവരും അതേ കീ ചെയിൻ, അമ്മയുടെ കീ ചെയിൻ മേടിച്ചു. പിന്നെ ഞാൻ ബ്രേക്ക് എടുത്ത്, ഞാൻ എന്താ പറയുക, നമ്മൾ എപ്പോഴും സ്റ്റോളിൽ നിൽക്കണ കാരണം വി കുഡിൻ സോ ഐ ടുക്ക് ടൈം ആൻഡ് സോ എവറിത്തിങ് വാട്ട് ഈസ് ഓവർ ദെയർ ആൻഡ് എവറിത്തിങ്. പിന്നെ തിരിച്ചു വന്ന് ഞാൻ ആദ്യം ഒരു കൂട്ടർ, അവർ ഗോവാക്കാരാണ്. അപ്പോൾ അവരും അതേ കീ ചെയിൻ മേടിച്ചു. ഇവർ സിസ്റ്റേഴ്സാണ്, കൃതി ചേച്ചിയുടെ കൂടെ വർക്ക് ചെയ്യണ കൂടെയുള്ള സിസ്റ്റേഴ്സാണ്. അവരും അതേ ടീഷർട്ടൊക്കെ മേടിച്ചായിരുന്നു. പിന്നെ ഫൈനലായിട്ട് ലാസ്റ്റ് വന്ന ഒരു കുട്ടിയാണ്. ഇവർ പുറത്തുള്ളവരാണ്. ആൻഡ് ഷീ ബോട്ട് എ നോട്ട്ബുക്ക്, വി ലവ് നോട്ട്ബുക്ക്. പിന്നെ ലാസ്റ്റ് ഒരു കലാശക്കൊട്ട് പോലെ ഒരു വീഡിയോ, എന്താ പറയുക, ഫോട്ടോ എടുത്തു. ആൻഡ് ദിസ് ഇസ് ഹൗ ദ വീഡിയോ, ദ ലാസ്റ്റ് ബിറ്റ് ഓഫ് ഇറ്റ്. ലാസ്റ്റായിട്ട് ഒരു അറൗണ്ട് 10 o'clock ആ സമയത്താണ്, ഒരു 10 അല്ല ആക്ച്വലി 11:30 ആണ്, 11:30 വരെ ഇരുന്നു. ആൻഡ് ദിസ് വാസ് റാപ്പപ്പ് ഫോർ ദ ഫങ്ഷൻ. ആൻഡ് അച്ഛനും അമ്മയൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും പാക്ക് ചെയ്ത് ബാക്കിൽ കാണാം, ബാഗിലൊക്കെ എല്ലാം ആക്കി വെച്ച് പോയി. സോ ദിസ് ഈസ് ഹൗ ദ ഫങ്ഷൻ ആൻഡ് ഓൾ അബൌട്ട്. Until next time, thank you for joining me into this part 1 and part 2 of Stall 2.